എടാ ബിജു, നീ സംഭവം പറഞ്ഞ എന്ത് മറ്റേ ജോർജ് കുട്ടി കേസ് പിന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് പിന്നെയും കുത്തിപ്പൊക്കിയോ? പുള്ളി 4ാം ക്ലാസ്സുകാരനാണ് കാര്യം കുത്തിയ. പക്ഷെ ഈ പ്രാവശ്യം പണ്ടത്തെ പോലെ ഒന്നല്ല, സ്ട്രോങ് ആയല്ലേ? വേറെ ടീം അന്വേഷിക്കുന്നു. ആണോ? ആ കുടുംബത്തിന്റെ കാര്യം ഭയങ്കര കഷ്ടം. എന്തായാലും ഈ പ്രാവശ്യം പിടിക്കും. ഹെഡ് കോൺസ്റ്റബിൾ വരുന്നോളാം. എനിക്ക് എന്താണ് അവിടെ പരിപാടി? എന്താ സാറേ? എന്താണ് നിന്റെ പേര്? എന്റെ പേര് ബിജു. വീട്ടുപേരനാടാ? വീട്ടുപേര് മൂലമറ്റത്തിൽ. ഉമ്മാണല്ല, നിന്നെ കാണാൻ കാറിന്റെ അടിച്ചു പോലെ ഇരിക്കുന്നു. എന്താണ് നിന്റെ പേര്? ഗോപു. നീ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോടാ? തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് സാറേ? അപ്പൊ നിന്റെ വീട്ടുപേരോ? കളിക്കപ്പറമ്പിൽ. നീ കൂടുതൽ കളിക്കലട്ടാ. നിങ്ങൾ ആ ജോർജ് കുട്ടിന്റെ വീടിന്റെ അടുത്തുള്ളവരല്ലടാ? അതെ സാറേ. നാളെ രാവിലെ രണ്ടുപേരും സ്റ്റേഷനിൽ വന്നിട്ട് എസ്ഐനെ കണ്ടോളണം. എന്തിനാ സാറേ? അതൊക്കെ അറിഞ്ഞാലേ നിങ്ങൾ വരുവുള്ളോ? അല്ല സാറേ, വന്നോളാം. ആ എടാ ബിജു, നീ ഈടിയിരിക്കല. എടാ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. കുപ്പിയാണോടാ? എടാ കുപ്പി ഒന്നല്ല, അത് വേറൊരു സാധനം. വേമാ ഇതാണ് സാധനം. ഇതെന്ത് സാധനം? പിള്ളേരുടെ കളിപ്പാട്ടോ? ഇത് ആദ്യം കാനഡയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനം. ഈ വീട്ടു സാധനം? എടാ ഇത് കളിപ്പാട്ടൊന്നല്ല, ഇത് നിധി കണ്ടെത്തുന്ന സാധനം. ഈ ചെറിയ സാധനം നിധി കണ്ടെത്തുന്ന സാധനം? എടാ ഇത് സാധനം ഇച്ചിരി ഇല്ലീഗലാണ്. അപ്പൊ അവന്മാരെന്ത് ചെയ്യും, പല കളിപ്പാട്ടങ്ങളുടെ രൂപത്തിൽ ഉണ്ടാക്കി കയറ്റിവിടണം. ഇത് അളിയൻ്റെ അടുത്തുള്ള സാധനം ഒരു കാറിന്റെ മോഡൽ. അപ്പൊ അതിന്റെ റിമോട്ട് എന്ന രീതിയിൽ അത് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നെ. ഇതുകൊണ്ടെങ്ങനെ നിധി കണ്ടെത്തുക? ആ ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ ഈ നിധിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചുവന്ന ലൈറ്റ് വന്നു. അപ്പൊ അവിടെ നിധി ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാം. നോക്കാലോ? ഇതൊക്കെ ഉള്ളതാണോ? നമുക്ക് നോക്കാന്നേ. അടിക്കുന്നതല്ലേ? ഇതൊന്നും അനക്കമില്ലടേ. അടാ നിക്കടാ, ശനിക്ക് സംഭവം കിട്ടും. എടാ അങ്ങനെ വരാൻ വഴിയില്ല. നിങ്ങൾ തന്നെ നോക്കട്ടെ. ഇപ്പൊ കിട്ടും, നോക്ക്. എടാ കിട്ടൂടാ. എടാ കത്തി കത്തി കത്തി. ഓ, അപ്പൊ സംഭവം കളിപ്പില്ലല്ലേ അല്ലേ? എടാ എന്തുകൊണ്ട് ആ നിധി കിട്ടിയതാ. ഇതാകുമ്പോ നിനക്ക് ചേരുകയും ചെയ്യും. എടാ ഇതിന്റെ അകത്തൊരു സേഫ്റ്റി പിൻ ഉണ്ട്. വെറുതെ അല്ലേ ഇത് കീക്കി അടിച്ചു. എടാ നമുക്ക് ഒന്നുകൂടി നോക്കാന്നേ. നിനക്കൊന്നും വേറെ പണിയില്ല. ഈ ലൊട്ട പോലെ സാധനം വീട്ടിൽ പോവാൻ നോക്ക്. ബിജു പോല, അത് കീക്കി അടിക്കുന്നടാ. എന്തോ ഉണ്ടാടാ. ആ അവിടെ വല്ല ചട്ടിയും കൊണ്ടാൻ പറ്റായിരിക്കും. മാറ്റി നോക്കാം. വാ കുഴിച്ചു നോക്കണം. നോക്കാം. ഇവിടെയും വല്ല ചട്ടിയായിരിക്കും. അല്ലടാ, നോക്കാടാ. തലയൂട്ടി. എടാ വേറെന്തോ ഉണ്ട് അതിനകത്ത്. എടാ ഇത് ആരുടെയോ ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ. ആരുടെ? വരുൺ പ്രഭാകർ.